ആലപ്പുഴയിൽ മതിലിടിഞ്ഞു വീണ് വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം. അന്തേക് പറമ്പിൽ അലി ഹസീന ദമ്പതികളുടെ ഏക മകൻ ഫയാസ് ആണ് മരിച്ചത്. ലജനത്ത് സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഫയാസ്. മനീഷ് മഹിവാൽ വിവരങ്ങൾ നൽകും. മനീഷ്, എങ്ങനെയാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടായത്? വിജയകുമാർ, ഈ ഒരു ആലപ്പുഴ നഗരസഭയിലെ ആറാട്ട് വഴി എന്ന സ്ഥലത്താണ് ഈ അപകടം ഉണ്ടാകുന്നത്. രാത്രി ട്യൂഷൻ കഴിഞ്ഞ് ഇന്ന് 7:30 തന്നെ അവിടെ നിന്ന് വരുന്ന സമയത്താണ് വീടിന്റെ അവിടെ നിർത്തിയപ്പോഴാണ് ഈ സൈക്കിൾ അവിടെ നിർത്തിയ സമയത്താണ് മഴയിൽ കുതിർന്നു നിന്നൊരു മതിലായിരുന്നു. ഇവരുടെ വീടിന്റെ തൊട്ടടുത്ത വീട്ടിൽ തന്നെ മതിലാണ്. ഈ മരിച്ചത് നിലവിൽ ആലപ്പുഴ ആറാട്ട് അന്തേക്ക് പറമ്പിൽ അലിയുടെ മകൻ ഫയാസ് ആണ് മരിച്ചത്. ഫയാസിന് 14 വയസ്സാണുള്ളത്. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. അവിടെ വെച്ച് ഈ മതിൽ ഇടിഞ്ഞ് ദേഹത്തേക്ക് വീഴുകയായിരുന്നു. ഉടൻ തന്നെ ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ലജനത്ത് സ്കൂളിൽ വിട്ട ശേഷം പിന്നീട് ട്യൂഷൻ കഴിഞ്ഞ് സൈക്കിളിൽ വരുന്ന സമയത്താണ് ഈ മതിലിന്റെ അവിടെ നിർത്തി മറ്റൊരാൾ സംസാരിക്കുന്ന സമയത്താണ് മഴ പെയ്ത് കുതിർന്ന മതില് ഈ കുട്ടിയുടെ വിദ്യാർത്ഥിയുടെ മേത്തേക്ക് വീണത്. ഈ നാട്ടുകാർ പറയുന്നത് 3 വർഷമായി തന്നെ മതിൽ വലിയ അപകടാവസ്ഥയിലാണ്, വലിയ പൊക്കത്തിലുള്ള ഒരു മതിലാണ്. പക്ഷേ ഇത് ജീർണാവസ്ഥയിലാണ്. ഇത് മഴ വരുന്ന സമയത്തൊക്കെ ഇതിൽ ഇഷ്ടിക അടർന്ന് താഴേക്ക് വീഴാറുണ്ടായിരുന്നൊക്കെ നാട്ടുകാർ പറയുന്നുണ്ട്. എന്താണെങ്കിലും അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ട് അതിൽ അധികൃതരൊന്നും ഒരു നടപടി എടുത്തിട്ടില്ല. ഒരു കുട്ടിയുടെ മരണത്തിലേക്കാണ് ഇങ്ങനെ ഒരു സംഭവം ഇടയാക്കിയത്. വിജയകുമാർ, അതിദാരുണമായ ഒരു സംഭവമാണ്. ലജനത്ത് സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥി ഫയാസ് മരിച്ചു. മതിലിടിഞ്ഞ് വീഴുകയായിരുന്നു. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ജീർണാവസ്ഥയിലാണ്. മഴ കനത്തതോടെ അത് ഇടിഞ്ഞു വീഴുമെന്ന ആശങ്ക നാട്ടുകാർ പങ്കുവച്ചതാണ്. പക്ഷേ ആരും അത് ഇടപെട്ടില്ല. അതാണ് ഇപ്പോൾ ഫയാസ് എന്ന 14-കാരൻ്റെ ജീവൻ എടുത്തത്. മനീഷ് മഹിപാലാണ് വിവരങ്ങൾ നൽകിയത് ആലപ്പുഴയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.